ടൈഗർ ഷറഫിന്റെ അച്ഛൻ ജാക്കി ഷറഫിനെ പോലെ ജയിലറിലെ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യന്റെ അച്ഛൻ ജാക്കി മുത്തുവേൽ പാണ്ഡ്യന്റെ കഥ പറയുന്ന പടമാണ് ജയിലർ 2. ആൻഡ് ദാറ്റ് ജാക്കി ഈസ് നൺ അതർ ദാൻ ദി വൺ ആൻഡ് ഓൺലി ഓപ്പൺഹൈമർ ഓഫ് മോളിവുഡ്. സോ ഈ പടം തുടങ്ങുന്നത് തന്നെ പണ്ട് മുത്തുവേൽ പാണ്ഡ്യൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന തഞ്ചാവൂരിലെ തീഹാർ ജയിൽ കാണിച്ചുകൊണ്ടാണ്. അവിടുത്തെ പഴയ ജയിലറായിരുന്നു നമ്മുടെ ടൈഗറിന്റെ അച്ഛൻ ജാക്കി. മകൻ വയലൻസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ആളുടെ അച്ഛനാണെങ്കിലോ അണ്ണാക്കി കയറി മുള്ളിയാ പോലും ഒന്നും ഇണ്ടാത്ത ഒരു പാവം ആന്റി വയലന്റ് ജീവി. മൂപ്പരാരെങ്കിലും കൊല്ലാൻ വന്നാലടക്കം അവർ ഉപദേശിച്ച് വെറുപ്പിച്ച് വിടും. എന്താ തന്റെ ഉദ്ദേശം? നിങ്ങളെ കൊല്ലാൻ. അതോടെ അരണേനെ പോലെ അവരെന്തിനാ കൊല്ലാൻ വന്നു നടക്കാൻ അവർ മറന്നു അത്രേ. അങ്ങനെയുള്ള ഈ ജയിലർ കുറെ കാലം ജയിലിലിരുന്ന് ബോറടിച്ചപ്പോ ഒരു പരീക്ഷണത്തിന് ഇറങ്ങും. അതായത് കൊടും കുറ്റവാളികളായ 5 ജയിൽ പുള്ളികളെ ജയിലിന് പുറത്ത് ഒരു 50 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു 5 ഏക്കർ പാടത്ത് കൊണ്ടുപോയി പണിയെടുപ്പിച്ച് കൃഷിക്കാരായി മാറ്റുക എന്നുള്ള ഒരു കൊണച്ച പരീക്ഷണം. പുതിയൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതിനായി ഒരു സ്റ്റാർ മാജിക്കിൽ വെറുപ്പിച്ച് കൂട്ടിയതിന് നാട്ടുകാർ കൂടി പരാതി കൊടുത്ത് അകത്തായ ഒരു 5 കൊടും കുറ്റവാളികളെ തെരഞ്ഞെടുക്കും. നമ്പർ 36 മാധവൻ സ്വന്തം ഭാര്യയെ അതിക്രൂരമായി തലക്കടിച്ചു കൊന്നു. 123 ദാമു 2 കുട്ടികളെ ഉത്സവപ്പറമ്പിൽ വെച്ച് കൊന്നു. നമ്പർ 212 കമ്മാരൻ കൊടുക്കാനുള്ള പണം തിരികെ ആവശ്യപ്പെട്ടതിന് പലിശക്കാരനെ കഴുത്തറുത്തു കൊന്നു. നമ്പർ 326 ശങ്കരൻ തന്റെ നാട്ടിലെ ഗ്രാമത്തലവനെ വെടിവെച്ചു കൊന്നു. സംഭവം ഒരു കൊടും ഭീകരരാണ്. പക്ഷെ വായ തുറന്ന സ്റ്റാർ മാജിക് ആവുന്ന മാത്രം. എടാ ഞാൻ ചോദിക്കാൻ വേണ്ടി വരുമല്ലായിരുന്നോ? ഇവനിടെ കയറി പറഞ്ഞു വില കളഞ്ഞില്ലേ? അല്ലാതെ സായിപ്പിനെ കണ്ട് കവാത്ത പറഞ്ഞല്ല. എടാ നീ ശരിക്കും ഗ്രാമത്തലവനെ കൊന്നാണോ? എടാ എന്റെ അമ്മയുടെ സത്യം, ഞാനാ കൊന്നത്. ഈ കൈ കൊണ്ട് വെടിവെച്ചു. അങ്ങനെ പിച്ചക്കാരുടെ വേഷം കിട്ടി കുറ്റിച്ചൂല് കണക്കിന് മീശം വെച്ച് നടക്കണ ഇവരെ കൊണ്ട് മൂപ്പര് നടന്ന് അവസാനം ഒരു പാടത്തിന് നടുക്കുള്ള ബ്ലംഗ്ലാവിൽ കൊണ്ടിട്ട് അവർക്ക് ദോശ വിട്ടുകൊടുക്കും. ആദ്യം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇങ്ങനെ കൈകൂപ്പിക്കുക. കൈകൂപ്പാൻ കഴിക്കൂ. എന്റെ പാചകം ശരിയല്ലേ? നാളെ മുതൽ അടുക്കള കാരണം. അങ്ങനെ ഡെയിലി വയറാറി തീറ്റിച്ച് മൂപ്പര് അവരെ പാടത്ത് പണിക്കങ്ങടെ ഇറക്കും. ജയ് ജവാൻ. നമ്മുടെ ജയിലർ എന്നിട്ട് ആ മാധവന്റെ കയ്യിൽ ഒരു കുഞ്ഞു കമ്പിപ്പാരം കൊടുത്ത് കടലാസ് തുളയ്ക്കണ പോലെ അവിടെ ഉള്ള ഒരു കരിമ്പാറ മൊത്തം അടിച്ചു പൊട്ടിക്കാൻ പറയും. മാധവൻ ഇവിടെ കുഴിക്കണം. അങ്ങനെ കയ്യിലൊരു കമ്പിപ്പാരം കൊടുത്ത് ആ കരിമ്പാറ പൊട്ടിക്കാൻ പറഞ്ഞ പാണ്ഡ്യനെ നോക്കി നമ്മുടെ മാധവൻ പറയും, പിന്നെ മൂപ്പര് ബാക്കിയുള്ളവരെ വെറുതെ അവിടെ ഇവിടെ കിളയ്ക്കാൻ പറഞ്ഞ് അവിടെ ഒരു വേലയൊക്കെ കെട്ടി ശരിയാക്കാൻ പറയും. നീ ഈ വേലയൊക്കെ ഒന്ന് ശരിയാക്കണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ മൂപ്പരെന്നാ കെട്ടിയ വേലയൊക്കെ അടിച്ചു പൊളിച്ച് കളയും. മാറ് നീ പോയി അവനെ സഹായിക്കും. സാറത് ഞാൻ ശരിയാക്കാം സാറേ. നിന്നോട് മാറാനാ പറഞ്ഞേ. ഈ ചങ്ങായിക്കെന്തോ വയ്യേ പ്രാന്ത കളിപ്പുള്ളേ അവരുടെയൊക്കെ. ആൻഡ് ഇവര് പണിയെടുക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത പറമ്പിലാണ് നമ്മുടെ വിൻവെളി നായകന്റെ വയല്. ഉച്ചക്കഞ്ഞൊക്കെ അതുകൊണ്ട് ഇവരെ ഒരുമിച്ചാണ് അത്ര കുടിക്കാറ്. അങ്ങനെ കഠിന തടവിന് വിധിക്കപ്പെട്ട് ജയിലിൽ സുഖവാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവര് പിടിച്ചോണ്ട് വന്ന് പാടത്തെ പണിയെടുത്ത് കർഷകരാക്കാൻ നോക്കുന്ന ജയിലറെ ഈ ജയിൽ പുള്ളികളൊക്കെ കൂടി പൊന്നു പോലെ അങ്ങോട്ട് നോക്കാണ്. പിന്നെ ഡെയിലി മൂപ്പര് ഷേവ് ചെയ്യത്ത കൊണ്ട് അവിടെ 7 അടി നീളമുള്ള ഐക്യെന്ന് വാങ്ങിച്ചൊരു കണ്ണാടി ഉണ്ടായിട്ട് പോലും മൂപ്പർക്ക് വെള്ളത്തിന്റെ റിഫ്ലക്ഷനിൽ മുഖം കാണിച്ച് അവന്മാരൊക്കെ ഷേവ് ചെയ്ത് കൊടുക്കും. സാർ ഈ വെള്ളത്തിലേക്ക് നോക്കിയേ, സാറിന്റെ താടിയുടെ കോലം കാണും. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? പോരാത്തിന് രാത്രി ഉറങ്ങുമ്പോ അറിയാതെ ഇങ്ങനെ ഉറങ്ങിപ്പോയാൽ അറിയാൻ വേണ്ടി ഹ്യൂമൻ സെന്റിപ്പൈഡിനെ പോലെ ഇവന്മാരൊക്കെ കാല് കൂട്ടിക്കെട്ടിട്ടാണ് ഇത്ര കിടക്കുക. ഇതൊന്നും പോരാണ്ട് പെട്ടെന്നെങ്ങാനും ഓടിപ്പോകാൻ തോന്നിയ അവരുടെ കൈരേഖ വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ചുമരിലുള്ള കരിയും തേച്ച് ഇവന്മാർ അവിടെ ഉള്ള ഒരു ടേബിൾ ക്ലോത്തിൽ ഡെയിലി ഫിംഗർ പ്രിന്റ് അടിച്ചു വെക്കും. ഇതൊക്കെ കണ്ടിട്ടായിരിക്കും IT കമ്പനിയിൽ പഞ്ചിങ് ഒക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് 50 കിലോമീറ്റർ റേഡിയസിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്ത ആ പട്ടിക്കാട്ടിലേക്ക് കളിപ്പാട്ട് വിൽക്കാനായി ഒരു കളിപ്പാട്ടക്കാരി ചെമ്പകം വരും. അതിനെ കണ്ട അപ്പൊ തന്നെ നമ്മുടെ മുത്തുവേൽ പാണ്ഡ്യൻ എന്ത് ചെയ്യും? കൂടെയുള്ള ഒരു കൊടും കുറ്റവാളിയുടെ വീട്ടിൽ പോയി അവന്റെ 2 മക്കളെയും കൊണ്ടുവന്ന് അവിടെ നിർത്തി അവരെ ബേബി സിറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഈ ചെമ്പകത്തിന് മൂപ്പര് ആ വീട്ടിൽ കയറ്റും. പാണ്ഡ്യന്റെ ഉദ്ദേശം എന്താന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ജയിലർ വീട്ടിൽ കയറ്റി ചെമ്പകത്തെ ചാമ്പാ നടക്കുന്ന ഗ്യാപ്പിൽ പാടത്ത് പണിയെടുത്ത് ബോറടിച്ച നമ്മുടെ കുറ്റവാളികളൊക്കെ കൂടി ഇയാളെ പറ്റിച്ച് കണ്ട വഴി ഓടും. അതോടുകൂടി നമ്മുടെ ജയിലർ അറസ്റ്റ് ചെയ്ത് നേരെ ജയിലിൽ കൊണ്ടിടും. അല്ല, എനിക്കൊരു സംശയം, ഈ ജയിലിനകത്ത് വർക്ക് ചെയ്യുന്ന ആളെ അറസ്റ്റ് ചെയ്ത് അതേ ജയിലിൽ തന്നെയല്ലേ കൊണ്ടിടുക? അല്ല, അപ്പൊ അതിന് മുമ്പ് അയാൾ അവിടെ തന്നെ ആയിരുന്നില്ലേ? ഇപ്പോഴും അയാൾ അവിടെ തന്നെയല്ലേ? സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? അല്ല, സത്യമായിട്ട് എനിക്ക് മനസ്സിലാവേണ്ടി ചോദിക്കുകയാണ്. ഒരു ജയിലർ അറസ്റ്റ് ചെയ്ത ജയിലിൽ കൊണ്ടിട്ട അയാൾ അവിടുത്തെ ജയിലർ തന്നെയല്ലേ? അതെന്ത് തേങ്ങ, അതൊന്നും ആലോചിക്കാന്ന് വിചാരിക്കാൻ വിളിക്കും. പിറ്റേ ദിവസം തന്നെ പാടത്ത് കൂടെ കണ്ടവഴി ഓടിയ നമ്മുടെ ജയിൽ പുള്ളികൾ മൊത്തം ഓടി ഒരു അറ്റം കണ്ടിട്ട് നേരെ തിരിച്ച് ബ്ലംഗ്ലാവിലേക്ക് വന്നതുകൊണ്ട് നമ്മുടെ ജയിലറെ പിന്നെയും ജയിലിൽ നിന്ന് റിലീസ് ചെയ്യും. അങ്ങനെ പുറത്തു വന്ന ജയിലർ ആളോട് പറയേണ്ട അവരൊക്കെ കൂടി ഓടിപ്പോയ വിഷമത്തിൽ അവരിന്ന് മൈൻഡ് ചെയ്യേണ്ട നടക്കുന്നത് കണ്ട് മനസ്സലിഞ്ഞ് ആ കുറ്റവാളികൾ മൊത്തം അങ്കരവാടി പിള്ളേരെ കണക്കിന് വാശി പിടിക്കും. ഞങ്ങൾ ചെയ്ത് തെറ്റാണെങ്കിൽ ഇതുകൊണ്ട് ഞങ്ങളെ തല്ലി സാറേ, തല്ലി സാറേ, തല്ലി സാറേ. തനിക്കെന്താ ഭ്രാന്തുണ്ടോ? സാറ് കയറി ഉണ്ടായിരുന്ന പ്രാന്ത് വിളിക്കും.
ഇനി ക്ഷമിച്ചു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് ചീത്തയെങ്കിലും പറ സാറേ. അങ്ങനെ പിന്നെ അവരെല്ലാവരും കൂടി പാട്ടും പാടി ആ പാടത്ത് ചോളകൃഷിയൊക്കെ നടത്തി എന്തൊക്കെയോ മാജിക് കാണിച്ച് അത് അപ്പൊ തന്നെ പച്ചക്കറി ആക്കി മാറ്റി നേരെ ചന്തയിൽ കൊണ്ട് വിറ്റ് പൈസ ഉണ്ടാക്കും. അന്ന് രാത്രി ചന്തയിൽ പോയി കിട്ടിയ പൈസക്ക് കള്ളും കുടിച്ച് വീട്ടിൽ വന്ന് കയറിയ നമ്മുടെ കൊടും കുറ്റവാളികളെല്ലാം കൂടി ആ കളിപ്പാട്ടക്കാരിയെ കൂട്ടക്കളി നടത്താൻ പോയപ്പോ അവൾ ഒരു കളിത്തോക്ക് വെച്ച് പീഡിപ്പിക്കാൻ വന്നവരെ പേടിപ്പിച്ചു വിടും. പക്ഷെ ഈ വിവരം അറിഞ്ഞ നമ്മുടെ ജയിലറാണെങ്കിലോ ചെമ്പകത്തെ ചാമ്പാൻ നോക്കിയവരെ ഒന്നും ചെയ്യാതെ ഉപദേശിച്ചു വിടും. എല്ലാവരും ജോലി ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ചെറിയ ശിക്ഷയുണ്ട്. എന്തിനാ സാറേ ചെറുതാക്കുന്നേ? വലുതന്നെ ആയിക്കോട്ടെ. ഇന്ന് മുതൽ തോട്ടത്തിൽ 1 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. അത് അങ്ങനെ ഒരു അഹിംസാവാദി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞവര് പിന്നെയും ചന്തയിൽ പോയി ഈ ചോളം വിൽക്കണമെന്ന് കണ്ട് ഇഷ്ടപ്പെടാത്ത ആ നാട്ടിലെ ഒരു വലിയ ചന്തക്കാരൻ മുതലാളി ഒടിയനെ വിട്ട് നമ്മുടെ മുത്തുവേൽ പാണ്ഡ്യന്റെ കുണ്ടിയിൽ കുത്തി കൊല്ലും. സാറേ ഞങ്ങള് നന്നായില്ലേ സാറ്? സാറ് പറയുന്ന പോലെ ഞങ്ങള് ജീവിച്ചോളാം സാറേ. അങ്ങനെ 5 കുറ്റവാളികളെ 5 മാസം കൊണ്ട് കർഷകരാക്കിയ സന്തോഷത്തിൽ നമ്മുടെ മുത്തുവേലിന്റെ പ്രേതം വെള്ളസാരി കൊടുത്ത് വെള്ള ജുബ്ബിട്ട് നേരെ സ്വർഗത്തിലേക്ക് മടങ്ങും. ഇതാണ് നമ്മുടെ ടൈഗറിന്റെ അച്ഛൻ ജാക്കിയുടെ കഥന കഥ. ജയ് ജവാൻ. പക്ഷെ അപ്പൊ നമുക്ക് ഡൗട്ട് അടിക്കും, ഇതിലെവിടെ ടൈഗർ? സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊടും കുറ്റവാളികൾ ചോളം വിൽക്കാനായി ചന്തയിൽ പോയ ഗ്യാപ്പിൽ നമ്മുടെ ജയിലർ ആ കളിപ്പാട്ടക്കാരിയുമായി ഇടയ്ക്ക് കളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ ചോളക്കാട്ടിനുള്ളിൽ വെച്ച് ചെമ്പകത്തെ ചാമ്പിട്ടാണ് ജാക്കിക്ക് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ ഉണ്ടാവുന്നത്. അങ്ങനെ സർവീസിൽ ഇരിക്കെ തന്നെ ആസനത്തിൽ കുത്തുകൊണ്ട് അകാലത്തിൽ അച്ഛൻ തെക്കോട്ടെടുത്തതോടെ ഒരു PSC പോലും എഴുതാതെ നമ്മുടെ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ നേരെ അച്ഛന്റെ ജോലിയായ ജയിലർ ജോലി ഏറ്റെടുക്കും. സംഭവം ഒരു പാരമ്പര്യമായി ജയിലേഴ്സ് ആണെങ്കിലും ഈ കർഷക DNA ഉള്ളിലുള്ളത് കൊണ്ടാണ് ടൈഗറിന്റെ കൊച്ചുമോനടക്കം ഇടയ്ക്ക് കൃഷിപ്പണി നടത്താറുള്ളത്. അങ്ങനെ അടുത്ത പടമായി ജയിലർ 3 എന്ന പടത്തിൽ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യന് ഒരു പ്രശ്നം വരുമ്പോൾ സഹായിക്കാൻ വരുന്നത് ലാലേട്ടനും മമ്മൂക്കയും ഒന്നല്ല, കർഷകശ്രീ അവാർഡ് എല്ലാ കൊല്ലം വാരി കൂട്ടുന്ന 5 ജയിൽ പുള്ളികളും അപ്പുറത്തെ പറമ്പിൽ കൃഷി നടത്തുന്ന വിൻവിളി നായകനും കൂടിയായിരിക്കും.